ഇന്ന് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഇങ്ങനെ അടിച്ച് പോകുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് തമിഴ്നാട്ടിലെ ഒരു ഇലക്ട്രീഷ്യനാണ്. അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്യുന്നതാണ് ഈ പുള്ളി. ഈ ഒരു ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ഗിയർലെസ് വണ്ടികൾക്ക് ഇതേപോലെയുള്ള തടിച്ച ക്രാഷ് കാർഡുകൾ ഇവർ വെക്കുന്നുണ്ട്. പക്ഷേ അന്നേരമാണ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ഇതൊന്നും അലൗഡ് അല്ല. കാരണം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഫൈനിൻ്റെ ഇരട്ടി ഫൈന് നമ്മൾ അടക്കേണ്ടി വരും. നമുക്ക് കിട്ടുന്ന ക്രാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ കമ്പനി തരുന്ന ക്രാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റീലിൻ്റെ ടൈപ്പ് സാധനമാണ്. ഒന്നിനും കൊള്ളാത്തതാണ്. അതടക്കം ഒടിഞ്ഞു പോകുന്നതാണ്. വീണാൽ അതടക്കമാണ് ഒടിഞ്ഞ് പാളീസാകുന്ന ഒരു പരിപാടി. ഇതുപോലത്തെയുള്ള വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ തമിഴ്നാട്ടിൽ ഇത് എന്ത് വണ്ടിക്ക് ചെയ്താലൊന്നും ഒരു പണിയും ഒന്നും വരാനൊന്നും പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ചെക്കിങ് വളരെ കുറവാണ്. ഹെൽമെറ്റ് ഇടുന്നില്ല. അതേപോലെ എന്താ പറയുക ത്രിബിളായിട്ട് പോകുന്നു. ഇവിടെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അവർ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ വണ്ടികളിൽ എല്ലാ വണ്ടികളിലും ലൈറ്റും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രമാണ് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ക്രാഷ് കാർഡ് ആക്കിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ MVDയുടെ കണ്ണിൽ പെടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ പോരാത്തതിന് തള്ളി നിൽക്കുന്ന ഇതേപോലത്തെ കമ്പികളൊക്കെ തള്ളി നിൽക്കുന്നതാണ് ഈ ആക്റ്റീവൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇരട്ടി പണിയാണ്. ഇവിടെ ഉള്ളവരെ സൈഡ് കൊടുത്തു പോകുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഇടിച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ വേറെ തടിച്ച കമ്പിയൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. ഇവിടെ ഇതൊന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി വരും. ഇവരൊക്കെ വെച്ചിട്ട് പോകുന്ന കാണുമ്പോൾ എന്താ പറയണ്ടേ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്.